ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ ഞങ്ങളുടെ യുഎസിലുള്ള ഒരു സർവീസിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ ഒപ്റ്റിമം എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ വൈഫൈ ഇൻ്റർനെറ്റ് ആണ് വീട്ടിലേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഇച്ചിരി സിഗ്നലിന് ഇച്ചിരി സ്ട്രെങ്ത് കുറവ് തോന്നി. ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തതിനെ ബേസ് ചെയ്തവർ വന്നതാണ്. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അവർ വന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. എടുക്കാൻ കാരണം തന്നെ നോക്കുന്നത് എന്ത് സേഫായിട്ടാണ്, എന്ത് നല്ലതായിട്ടാണ്, സേഫ്റ്റിയോടെയാണ് അവരൊരു വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കമ്പയർ ചെയ്യുമല്ല, പക്ഷേ സ്റ്റിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് ഇച്ചിരി സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വീടായിരിക്കാനോ അല്ലെങ്കിൽ അവർ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യൂണിഫോം അങ്ങനെയൊക്കെ കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുക. ഈ വന്നേക്കുന്ന വണ്ടിയെ തന്നെ ക്രെയിൻ പോലെ തന്നെ വെച്ചിട്ട് അതിലൊരു ബാസ്ക്കറ്റ് പോലെ കൊടുത്തേക്കുന്നു. അതിനൊരു ഡോർ ഓപ്പണിംഗ് ഉണ്ട്, അദ്ദേഹത്തിന് അതിനകത്ത് കയറി നിൽക്കാം. അതിനൊരു ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേ കൂടെ ഇത് മുകളിലേക്കും താഴേക്കും ഇതിൻ്റെ ഹൈറ്റ് മാനേജ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല, നമ്മളൊരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലയിൻറ്റ് അവർ രജിസ്റ്റർ ചെയ്ത് അവർക്കത് റിസോൾവ് ചെയ്യാൻ, അത് സോൾവ് ചെയ്യാനുള്ള കാര്യം ഡിസൈഡ് ചെയ്താണ് അവർ വരുന്നത്. നമ്മൾ നാട്ടിലൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പകുതി കാര്യം ചെയ്യും, അത് കഴിഞ്ഞ് ഇനിയും 24 hours അല്ലെങ്കിൽ 2 days കഴിഞ്ഞ് നടക്കത്തുള്ളൂ എന്ന് പറയും. അങ്ങനെയൊന്നും അല്ല ഇവിടെ ചെയ്ത് കഴിഞ്ഞ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം അവർ വന്ന് ചെയ്തിട്ടുണ്ടോ അത് ശരിയായി എന്നർത്ഥം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിലുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ പറ്റിയത്. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സർവീസ് മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ മാത്രമേ നമുക്ക് വരത്തുള്ളൂ. അല്ലാതെ ഇതിനെക്കുറിച്ച് ഇനിയും ഒരു വിളിയോ പറച്ചിലോ സംസാരമോ ഒന്നുമില്ല. നോക്കൂ, ഹൗ സേഫ്ലി ഹീ ലാൻഡഡ്. ഇത്രയും നന്നായിട്ട് ഇദ്ദേഹത്തിന് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ആ ജോലിയിൽ. നമ്മൾ നാട്ടിൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ പണി ചെയ്ത് തീർക്കുന്നവരെ നമുക്ക് ടെൻഷനാണ്. അയ്യോ അദ്ദേഹം വീഴാതെ പണി തീർത്തിട്ട് പോകാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരിക്കും നമ്മൾ വീട്ടുകാർ നിൽക്കുക. ഇത് നോക്കിയാൽ എന്ത് സേഫായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്.